ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിങ്കാനയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ സിനിമ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയറക്ടർ നമ്മുടെ ഖാലിദ് റഹ്മാനാണ്. അതിന്റെ കളർ ഗ്രേഡ് ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് തല്ലുമാലക്കകത്ത് നമുക്കറിയാം അത് അത്രയും കുറെ കാസ്റ്റിംഗ് ഉണ്ട്. ഇതിനകത്തെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും നസ്ലിനെ, ഗണപതി, അതുപോലെ തന്നെ ലുക്മാനെ, അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഏജ് നോക്കുമെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു 25 ആ ഒരു അതിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള. അപ്പം ആ ഒരു ചെറുപ്പക്കാര് പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ബോക്സിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കൊന്ന് മിക്സഡ് ആയിട്ടുള്ള ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സോങ്ങിനകത്ത് പ്രണയങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് ഫൈറ്റ്, പ്രണയം, പിന്നെ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് രീതി ആയിരിക്കാം എന്നാണ് പ്രതീക്ഷ. നമുക്ക് എന്തായാലും ആ ട്രെയിലർ കണ്ടു നോക്കാം. നല്ല പവർ പഞ്ചുകളായിരിക്കും നോക്കാം. ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാണ്. നമ്മള് ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം. ആന്റണി ജോഷു നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. സൗത്ത് ഇന്ത്യയിലെ ഒരു കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചതാണ്. 2 ടൈം സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിന്നർ, 180 punches in 30 seconds, 110 push-up in 1 minute. എല്ലാവർക്കും ഞാനൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതെല്ലാവരും ഫോളോ ചെയ്യും. ഈ കൈ എപ്പോ താഴുന്നോ അപ്പം മുഖത്ത് പിടികിട്ടിക്കൊണ്ടേയിരിക്കും. നീ ഇപ്പൊ ആരാ കിസ് ചെയ്തത്? ഇപ്പൊ ജോലിക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റും. മണ്ടപ്രസാനല്ലോ, ഭയങ്കര വലുപ്പാണല്ലോ. കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടികൊള്ളും നമുക്ക് അതിന്റെ അകത്ത് ഓടാൻ പറ്റും. എല്ലാത്തിനും വിഴുങ്ങണം നമുക്ക്. യൗമാര് പോലെയാ പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോലെ. നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി, നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നീ അടിക്കൂലേ? ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോ എന്ന് നമുക്ക് കാണാം. ചാമ്പ്യൻ ആയിട്ടെന്ന് നമ്മൾ ശരിക്കും ഞെട്ടിയത് നസ്ലിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അല്ലെ. പുള്ളിയുടെ ആ ഒരു ഫൈറ്റ് ഒക്കെ നമുക്ക് ഇപ്പൊ പ്രേമലു കണ്ട ഒരാൾക്ക് നമുക്കിപ്പം നസ്ലിൻ ആ രീതിയിൽ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അത് തീർത്തും വേറെ ലുക്കും മാറിയിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് ഒക്കെ നല്ല രസമുണ്ട്. ബോഡി മൊത്തത്തിൽ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാല് നല്ല ഫിറ്റ് ആക്കിയിട്ടുണ്ട് ബോഡിയൊക്കെ. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ്. പിന്നെ ഇതിനകത്ത് കൂടുതലും നമ്മൾ തല്ലുമാല ആ ഒരു വൈബ്, ആ ഒരു കളർ ഗ്രേഡ് ആണെങ്കിലും പിന്നെ ഇല്ലേ എല്ലാവരുടെ രീതികളൊക്കെ ആണെങ്കിലും നമുക്ക് ആ തല്ലുമാല ആ ഒരു ഫീല് തന്നെയാണ് ഇതിനകത്തും കിട്ടിയത്. എനിക്കൊന്ന് ആ ഒരു മോഡൽ പടം തന്നെ ആകാനാണ് ചാൻസ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞിട്ട് ആ ഏജിന്റെ കാര്യം ഞങ്ങൾ ആദ്യം ഈ ട്രെയിലറിൽ പറഞ്ഞില്ലായിരുന്നു. വെച്ചാല് ഈ ഒരു 22-25 ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരെയാണ് ഇതിനകത്ത് മൊത്തം കാണിക്കുന്നത്. അവരെല്ലാം ബോക്സറും പരിപാടികളൊക്കെയാണ്. അപ്പം അവരുടെ ഇടയിൽ നടക്കുന്ന ഫൺ പരിപാടികളൊക്കെയാണ് ഇതിനകത്ത്. അപ്പം ഈ പറഞ്ഞിട്ട് തന്നെ കൂടുതലും എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് നമ്മളിപ്പോ തല്ലുമണിക്കകത്ത് ഖാലിദ് റഹ്മാൻ ചെയ്തു വെച്ചത് നമ്മൾ കണ്ടതാണ്. നമുക്കിങ്ങനെ എത്ര തവണ റിപ്പീറ്റ് കാണാൻ പറ്റുന്ന പടം തന്നെയാണ് തല്ലുമല. അപ്പൊ ആ ഒരു പാറ്റേൺ തന്നെ പിടിച്ചിട്ടാണ് ഈ ഒരു സിനിമ വന്നേക്കുന്നത്. പിന്നെ ടെക്നിക്കലി പടം നമുക്ക് കിടിലുണ്ട്. ട്രെയിലറിനകത്താണെങ്കിലും ഇപ്പൊ ആ കട്ട്സുകളൊക്കെ ആണെങ്കിലും അതിന്റെ മ്യൂസിക് ആണെങ്കിലും അതിന്റെ കളർ ഗ്രേഡ് കൊടുത്തേക്കുന്നത് എല്ലാം സൂപ്പറായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം എനിക്കൊന്ന് ഇച്ചിരി ബഡ്ജറ്റ് ഉള്ള സിനിമ തന്നെയാണ്. പിന്നെ പേരും ഒരു വെറൈറ്റി ഉണ്ട്, ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ഷോട്ടുകൾ നല്ല ഈ ആലപ്പുഴയുടെ ഒക്കെ ആ ഒരു സീനറീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തുവായാലും നമുക്കിത് കണ്ടിരുന്ന് തന്നെ കാണാം. അപ്പം അതുകൂടെ നോക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.